ഈ തണലൊരുക്കാൻ നിങ്ങളും കൂടെ ചേരണം. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, അതിനാദ്യം കണ്ണൂർ ജില്ലയിൽ തണൽ എന്തൊക്കെ സേവനങ്ങളാണ് നടത്തുന്നതെന്ന് നിങ്ങൾ അറിയണം. ഞാൻ പരിചയപ്പെടുത്താം. ആദ്യത്തേത് കണ്ണൂർ പടന്നപ്പാലത്തുള്ള തണൽ വീടാണ്. ഇവിടെ പ്രധാനമായും 8 സേവനങ്ങളാണ്. ഒന്ന്, വനിതകൾക്കുള്ള അഗതി മന്ദിരം. സമൂഹത്തിൽ വളരെയേറെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന അനാഥരും രോഗികളുമായിട്ടുള്ള 50ഓളം വനിതകളെ യാതൊരു അല്ലലും ഇല്ലാതെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. 2, ഡയാലിസിസ് സെന്റർ. വൃക്കകളുടെ തകരാറ് കാരണം സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിൽ. അതിനു വേണ്ടി വരുന്ന ഭാരിച്ച ചെലവ് മറ്റൊരു പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ആളുകൾ നിർധനരാണെങ്കിൽ കംപ്ലീറ്റ്ലി സൗജന്യമായിട്ടും മറ്റുള്ളവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലുമാണ് ഇവിടെ ഡയാലിസിസ് ഒരുക്കിയിട്ടുള്ളത്. മാസം 600 ഡയാലിസിസുകൾ ഈ സെന്ററിൽ നടക്കുന്നുണ്ട്. 3, കമ്മ്യൂണിറ്റി സൈക്യാട്രി. മാനസിക രോഗത്തിന് അടിമപ്പെട്ട് തെരുവുകളിലും വീടുകളുടെ അകത്തളങ്ങളിലും ചികിത്സ കിട്ടാതെ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായ ചികിത്സയും മരുന്നും ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. 4, പെയിൻ ആൻഡ് പാലിയേറ്റീവ്. ഡോക്ടറും നഴ്സും വോളണ്ടിയർമാരും ഒക്കെ കിടപ്പിലായിപ്പോയ രോഗികളുടെ വീട്ടിലെത്തി അവർക്ക് ആവശ്യമായ സാന്ത്വന ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണിത്. കണ്ണൂർ കോർപ്പറേഷനിൽ ഒരുപാട് ആളുകളിലേക്ക് ഈ സേവനം എത്തുന്നുണ്ട്. 5, മെഡിഷെയ്ഡ്. ആത്മാഭിമാനം കാരണം മറ്റൊരാളോട് ചോദിക്കാനുള്ള മനപ്രയാസം കൊണ്ട് ആവശ്യമായ മരുന്നും ചികിത്സയും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ മരുന്നും ചികിത്സയും വീട്ടിലെത്തിക്കുന്ന ഒരു പദ്ധതിയാണിത്. നിലവിൽ ഒരുപാട് പേർക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നുണ്ട്. 6, സ്റ്റെപ്പ് അപ്പ്. തീർത്തും കിടപ്പിലായി പോയ ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ വീട്ടിലെത്തി അവർക്ക് ആവശ്യമായ ഫിസിയോതെറാപ്പി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. 7, തണൽ ഫാർമസി. കണ്ണൂർ ജില്ലയിലുള്ള ഒരുപാട് രോഗികൾക്ക് ന്യായമായ ഏറ്റവും ചുരുങ്ങിയ വിലയിൽ മരുന്ന് ലഭ്യമാക്കുന്ന തണലിന്റെ ഇനീഷ്യേറ്റീവാണ് താഴത്തേരൂരിൽ സ്ഥിതി ചെയ്യുന്ന തണൽ ഫാർമസി. 8, ചൈൽഡ് ആൻഡ് വിമൻ റിസലിയൻസ്. അതായത് അനാഥരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അതുപോലെ വിധവകളായ സ്ത്രീകൾക്ക് പരിശീലനങ്ങളും നൽകിക്കൊണ്ട് അവരെ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇത്. അടുത്തത് കുറുവയിലുള്ള കിദ്മ തണൽ സ്നേഹ വീട്. ഇവിടെ പ്രധാനമായും 4 സേവനങ്ങളാണ്. 1, അഗതി മന്ദിരം. അതായത് ആരോരും ഇല്ലാതെ ജീവിതം തെരുവിലായി പോയ മാനസിക അസ്വസ്ഥം അനുഭവിക്കുന്നവരുൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഇവിടെ ഇത്തരത്തിലുള്ള 150ഓളം ആളുകളെ സ്വന്തക്കാരെന്ന രീതിയിൽ സംരക്ഷിച്ചു പോരും. 2, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് സെന്റർ. അതായത് 18 വയസ്സിന് മേലെ പ്രായമുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ലൈഫ് ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുന്നതിന് പകരം അവരുടെ ഒരു കഴിവ് കണ്ടെത്തി ആ മേഖലയിൽ ഒരു വർഷത്തെ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റോട് കൂടി നൽകി അവരൊരു ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുക. ഈ രീതിയിൽ 50ഓളം കുട്ടികൾ ഈ ട്രെയിനിങ് പൂർത്തിയാക്കി വിവിധ മേഖലകളിൽ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. 3ാമത്തെ ബാച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3, ഡിസബിലിറ്റി കെയർ പ്രോജക്ട്. അതായത് വീടുകളിൽ സംരക്ഷണ ശേഷി ഇല്ലാത്തതിന്റെ പേരിൽ അനാഥരായി പോകുന്ന ഭിന്നശേഷി കുട്ടികളെ ആജീവനാന്ത കാലം സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണിത്. 4, സ്നേഹസ്പർശം. പരിക്ക് പറ്റി വീടുകളിൽ കിടപ്പിലായി പോയ രോഗികൾക്ക് ഒരു ഡോക്ടറുടെ തന്നെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആവശ്യമായ പരിചരണവും ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. തണൽ വീടിന്റെ പരിസരത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നുണ്ട്. അടുത്തത് കാഞ്ഞി റോഡുള്ള തണൽ സെന്റർ. ഇവിടെ പ്രധാനമായും 3 കാര്യങ്ങളാണ്. 1, സ്കൂൾ ഫോർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ. അതായത് ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റ് പരിചരണങ്ങളും അതുപോലെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് ട്രെയിനിങ്ങിലൂടെ ഒരു ജോലിയും പ്രാപ്തമാക്കാന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോ ഈ രീതിയിൽ കംപ്ലീറ്റ്ലി സൗജന്യമായിട്ട് 150ഓളം വിദ്യാർത്ഥികൾ നിലവിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. 2, ഡയാലിസിസ് സെന്റർ. തണലിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള പല ഡയാലിസിസ് സെന്ററുകളിൽ ഏറ്റവും വലിയ 2ാമത്തെ ഡയാലിസിസ് സെന്ററാണിത്. ഇവിടെ 23 മെഷീനുകളിലൂടെ ഓരോ മാസവും 1500ഓളം ഡയാലിസിസുകൾ നടക്കുന്നു. നിർധനരായ ആളുകൾക്ക് സൗജന്യമായിട്ടും മറ്റുള്ളവർക്ക് അഫോർഡബിൾ റേറ്റിലുമാണ് ഇത് നൽകി വരുന്നത്. അതുമാത്രമല്ല വൃക്കരോഗമൊക്കെ ബാധിച്ച് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വരുമാനത്തൊക്കെ അഫക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്കുള്ള റീഹാബിലിറ്റേഷനും ഇവിടെ ഒരുക്കുന്നുണ്ട്. 3, ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റി. സ്ട്രോക്ക്, സ്പൈനൽ കോഡ് ഇഞ്ചുറി, തലച്ചോറിന് പറ്റുന്ന പരിക്കുകൾ തുടങ്ങിയ പല അസുഖങ്ങൾക്കുള്ള റോബോട്ടിക് ഉൾപ്പെടെയുള്ള ഭാരിച്ച ചെലവ് വരുന്ന ഹൈടെക് ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സകൾ നിർധനരായ ആളുകൾക്ക് കംപ്ലീറ്റ്ലി സൗജന്യമായിട്ടും മറ്റുള്ളവർക്ക് അഫോർഡബിൾ റേറ്റിലും നൽകി വരും. പിന്നെ ക്യാപിറ്റൽ മോളിൽ സ്ഥിതി ചെയ്യുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്റർ. ഇവിടെ പ്രധാനമായും 2 സേവനങ്ങളാണ്. ഭിന്നശേഷി കുട്ടികളുടെ പ്രയാസങ്ങൾ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കി ഒരു റീഹാബ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള മികച്ചൊരു ടീമിന്റെ ഹെൽപ്പോടുകൂടി വിവിധ തെറാപ്പികളിലൂടെ അവരെ സൊസൈറ്റിയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഏർലി ഇന്റർവെൻഷൻ സെന്ററും പിന്നെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭിന്നശേഷി കുട്ടികളെ വൊക്കേഷണൽ ട്രെയിനിങ്ങിലൂടെ ഒരു ജോലിക്ക് പ്രാപ്തരാക്കുന്ന IT ഡിപ്പാർട്ട്മെന്റും. അപ്പൊ ഇത്രത്തോളം ആളുകളിലേക്ക് തണലിന്റെ സേവനം എത്തുന്നുണ്ട്. ഈ സേവനങ്ങളെല്ലാം തന്നെ തണലിന് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും സാമ്പത്തികമായി സഹായിച്ചത് കൊണ്ടുകൂടിയാണ്. ഇനിയും ഈ സേവനങ്ങൾ തുടരുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും തണലിന് ധാരാളം ഫണ്ടിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ പരമാവധി കോൺട്രിബ്യൂട്ട് ചെയ്യുക. തണലിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൈകോർക്കാം, അശരണർക്ക് തണലൊരുക്കാം.